ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ മൺസൂണൊക്കെ അല്ലേ, അപ്പം എല്ലാവരും ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ പടകളെ കൊണ്ട് ഞാൻ ചെറിയൊരു ട്രിപ്പ് പോവാണ്. നമ്മളിവിടുന്ന് പൊന്മുടി വരെ പോവാണ്. ഏകദേശം ഇവിടുന്ന് വൺ സൈഡ് അറൗണ്ട് ഒരു 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ അടുത്താണ് പൊന്മുടി. 8 മണിയാകുമ്പോൾ റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ വീട്ടിലെ ഏറ്റവും താമസം എൻ്റെ മമ്മിജിയാണ്. ഭയങ്കര താമസം എവിടെയെങ്കിലും ഇറങ്ങാൻ. നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോഴേ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുപോയായിരുന്നു. ആ ഒരു മഞ്ഞത്തൊക്കെ ഇരുന്ന് ആ ഒരു പൊടിച്ചോറൊക്കെ കഴിക്കുന്ന ഫീല് വേറെ. അതിൻ്റെ വൈബ് വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. ആ ഒരു പ്ലാന് എൻ്റെ പ്ലാനായിരുന്നു. ആ ഒരു വൈബ് വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും വീട്ടിൽ വേണ്ട കാസർഗോഡ് നിറയെ ഫുഡും പൊതിച്ചോറും. എന്ത് പറ്റി? കുറച്ച് നേരത്തെയാണല്ലേ. അമ്മയ്ക്ക് വീഡിയോയുടെ ഫ്രണ്ട് തരാൻ കുറച്ച് പേടിയാ. അണ്ണാ ഗ്യാസ് ഓഫ് ചെയ്താന്ന് നോക്കണേ അണ്ണാ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയത് വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഉള്ളതാണിത്. ഞാൻ 10 വട്ടം വിളിച്ച് ഗ്യാസ് ഓണാക്കിയ ഓഫാക്കിയ വന്ന് പടകളെല്ലാം വന്ന് ഗൈസ്. നമ്മള് പൊന്മുടി പോവാൻ പോവാണ്. വന്ന് ഇതൊക്കെ എന്താടി ബട്ടർഫ്ലൈ ആവത്? ഒരാളും കൂടെ ഉണ്ടല്ലോ. നമ്മളിന്ന് എക്സൈറ്റഡ് ആണ് പൊന്മുടി പോവാൻ. ക്ലൈമറ്റ് കിട്ടുവോടെ, ഇന്ന് വെയിലൊക്കെ കാണുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെടി, നിന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് ഇത് തന്നെയാണ് അവസ്ഥ. ഞാനും മിന്നു അങ്ങ് വരാനാ. ഏത് മിന്നു? അമ്മ അമ്പലത്തിൽ പോകാൻ വരുന്നു. സാരിയൊക്കെ എടുത്ത് എവിടെ പോണു? പൊന്മുടി പോവാടാ. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് കരച്ചില്. എവിടെ പോയാലും നമുക്ക് കരച്ചിൽ ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കൊരു വിഷയമില്ല. 2 വർഷം മുന്നേ ഉള്ള ഏതോ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാണ് കരയുന്നത്. ജസ്റ്റ് നമ്പർ 4 വന്നിട്ടുണ്ട്. ഒരു ഹായ് കൊടുത്ത എല്ലാവർക്കും. എവിടെ പോയാലും വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ആയതേ ഉള്ളു. വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ആയതേ ഉള്ളു. ഇത് അവരെ അവോമിയും ഗുളിക എടുത്തിരുന്നത്, ഛർദില്ലെന്ന് അവർക്ക്. ഇതൊക്കെ എന്താ അവസ്ഥ നോക്കണേ. നമ്പർ 3 വന്നു. അങ്ങനെ എത്ര പെമ്പിള്ളാർ ഈ കാറില്? 6 പെമ്പിള്ളാര് ഞാനൊരാണും കൊണ്ടുപോകും. ഇവരെ പൊന്മുടി കൊണ്ടുപോവാ. ഓ ബബിൾക്കൊക്കെ ചോദിച്ചിരിക്കുന്നു കള്ളി. നല്ല മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഉള്ള വെയിൽ പോലെ നല്ല ഫുഡ് കഴിക്കുന്നു. എല്ലാം തീർത്തിട്ടുണ്ട്. നീ എന്തിനാണ് മോമ്പൊത്തി പിടിക്കുന്നത്? 6 പേർക്കും 6 ടൈപ്പിനുള്ള റെയിൻകോട്ടും മേടിച്ച് ഇത് കണ്ടോ, പൊന്മുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവാം. പ്ലാസ്റ്റിക് എങ്ങനെ അവിടെ കൊണ്ടിടുമെങ്കിലാണ് എല്ലാരും എന്റെ ഒന്ന് കിട്ടാൻ പോണത്. നമ്മളിത് പൊന്മുടിയുടെ എൻട്രൻസ് പോയിന്റിലെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാൻ. അറിയാലോ, ഇപ്പോൾ പെർ പേഴ്സണ് 40 രൂപ പ്ലസ് കാറിനൊരു 40 രൂപ. ടിക്കറ്റ് എടുക്കാൻ പോയി എന്താ അവിടെ അടിയങ്ങനെ കിട്ടിയ? അടിയങ്ങനെ കിട്ടിയ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മള് തിരിച്ചു വരുമ്പോ പോകുന്നില്ല നല്ലത്. ക്ലൈമറ്റ് എന്ത് ക്ലൈമറ്റ് വന്നാലും എന്റെ അമ്മയ്ക്ക് ഉറക്കുക. അപ്പയുടെ വക വീഡിയോഗ്രാഫി. അപ്പ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇറക്കിയത്. എന്റെ അമ്മ തിരക്കി വീട്ടിൽ വരരുത്. എന്റെ അനിയന്റെ കൂട്ടുകാരന്മാരെ കണ്ടു കിട്ടി ഗൈസ്. അവന്മാരെല്ലാം പൊന്മുടിയിലോ നിൽക്കാം. ഓക്കെ, ഇന്ന് നല്ല കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധികം മഴയൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. കണ്ടോ, നല്ല കോടയായിട്ടുണ്ട് എല്ലാ സൈഡും. കുറച്ച് ലിപ്സ്റ്റിക്ക് പരിപാടി. ഹായ് ഗായ്സ്, ഇപ്പൊ നമ്മള് പൊന്മുടിയില് ഇവിടെ കേട്ടറിവ് എന്ന് പറഞ്ഞപ്പോ ഒരു ദേവി ഇറങ്ങിയതാണ്. നമുക്ക് ആ ദേവി ഒന്ന് കാണാൻ. പൊന്മുടി ദേവി
സാരി ഉടുത്ത് ജിമുക്ക കമ്മലിട്ട് സരസ്വതി ദേവിയൊക്കെ വന്നത് ദേവി പൊന്മുടി ദേവി. ദർശന സമയം രാവിലെ 10 മണി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്, വലിയ തിരക്കില്ല. വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാവും. തന്നെ താഴേക്ക് വണ്ടി ഫുള്ളാണ്. ഗൈസ്, ഇതുങ്ങളോട് വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ഫോട്ടോ എടുത്ത മനുഷ്യനെ വെറുപ്പിക്കും. 6 പെണ്ണുങ്ങളും ഞാനൊരു ഫോട്ടോഗ്രാഫറും. എന്നെ ഡ്രൈവ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും മാത്രമാണ് ഇവർ കൊണ്ടുവരുന്നത്. എന്താണ് പൊന്മുടിയെ പറ്റി പൊന്നുവിന് പറയാനുള്ളത്? സൂപ്പർ ക്ലൈമറ്റ്. എന്താണ് മാളുവിന് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ മിന്നുവിന് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി ക്ലൈമറ്റ്. ഓ, ശില്പ പഠിച്ചിട്ടാ ശില്പ പഠിച്ചിട്ടാട്ടോ വന്നേ. അമ്മയ്ക്ക് എന്താണമ്മ പൊന്മുടിയെ പറ്റി പറയാനുള്ളത്? പറയുമ്മ. അമ്മ അഭിനയിച്ച് തള്ള അപ്പയ്ക്ക ഓടുതാ. ഇവിടെ ഒന്ന് നോക്കി വെച്ചാണേ, എവിടെ ചെന്നാലും ഈ ഒരു ഒറ്റ പോസാണ് ഇവർക്കുള്ളത്. ഫോട്ടോഗ്രാഫർ അവളെ അമ്മ ദേവി, പൊന്മുടി ദേവി. എങ്കിലും ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 15 പേരും അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, വേറെ വേറെ പോസും വേറെ വേറെ മുഖവുമാണ്. ചിന്താഗതികളൊക്കെ നോക്കണേ. നല്ല അടിപൊളി കോട കേട്ടോ, അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത രീതിക്കുള്ള കോടയായിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ്, മഴയൊന്നുമില്ല കേട്ടോ. വരുന്ന നമ്മുടെ പടവല് പറഞ്ഞോ. പൊന്മുടിയിലെ കിടില മഴ പെയ്യുമെന്നാണ് ശില്പ ചേച്ചി പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടറിയാം. 2:30 മഴ പെയ്യോ? മഴ പെയ്യോ? ഹായ് എടുക്ക്. ഹായ്. ഇതെന്തോന്ന്? ഈ 3 പെമ്പിള്ളാർ, ഈ 4 പെമ്പിള്ളാരൊക്കെ നമുക്ക് കഴിക്കാനാണ് ഇത്രയും ചോറ്. ദേ അച്ചാറ്, പുളിഞ്ചിക്ക അച്ചാറ് പിടിച്ചത്. ദേ ഉണക്ക കൊഞ്ച് ഫ്രൈ. അത് വഴുതണങ്ങ ഒരുക്കോട്ടി. ഇത് വഴുതണങ്ങ. ഇത് അമ്മയുടെ ഇത് അപ്പയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാറ്. ഇത്രയും ഫുഡ് നമ്മൾ കഴിച്ചീർക്കണം. ആദ്യം ഇതിൻ്റെ അകത്തിരുന്ന് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു. ആ ഒരു പ്ലേസിലെ വൈബ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന്. അങ്ങനെ നമ്മൾ നേരെ ഒരു ഹിൽ ടോപ്പിൽ പോയി അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. ഓ, ശില്പ പറഞ്ഞ കറക്റ്റ് ടൈമിൽ മഴ പെയ്തേട്ടാ. ചോറ് കഴിക്കാൻ പോവാണ്. നല്ല അച്ചാറൊക്കെ വെച്ചിട്ട് ആഹാ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ്. പിക്നിക് വിത്ത് ഫാമിലി. ചമ്മന്തി എടുത്ത് കുറച്ചൊന്ന് കുഴച്ച് അച്ചാറൊന്ന് മിക്സ് ചെയ്ത് ആ കൊഞ്ചൊന്ന് എടുത്തിട്ട് വെഴുക്കൊട്ടി ബീട്രൂട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മളെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാവരും പഴങ്കഞ്ഞി കഴിക്കാന്ന്. മഴ പെയ്യുന്നു, നന്നായിട്ട് പെയ്യുന്നു. ആ, മഴ പെയ്ത് എടുത്തോ ഫുഡ് എടുത്തോ അച്ചാറെല്ലാം എടുത്തോണേ. ഇല്ല മഴ പോയി. വൈബാസ്വദിച്ച് കഴിക്കാൻ പോയതാണോ ചോറ് കൊണ്ട് ഓടി വരുന്നത്. ഞാൻ ഫുഡ് കൊണ്ട് വന്നു വൈബാസ്വദിച്ചതാ. മഴയത്തോട്ട് നമുക്ക് മഴ ആയാലും ഒന്നായാലും ഒരു പ്രശ്നമില്ല. ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മിന്നുവാണ് എൻ്റെ റോൾ മോഡൽ. മിന്നുവാണ്. മഴയോ എന്തോ വിഷയമല്ല നമുക്ക്. എൻ്റെ റോൾ മോഡൽ മിന്നുവാണ്. നമ്മൾ കഴിച്ച വേസ്റ്റ്
കവറിനകത്താക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കൊണ്ടുപോകാം. എല്ലാവരും കഴിച്ച വേസ്റ്റിൽ ഈ കവറിൽ തന്നെ ഉണ്ട്. കലക്കം മഴ കേട്ടോ, കലക്കം കാറ്റ്. ആ പൊന്മുടി ദേവി 5 റെയിൻകോട്ട് മേടിച്ച് കാറിൽ വെച്ചിട്ടേ എല്ലാരും കൂടെ കേറി കൂടാരത്തിൽ കയറി നിൽക്കുന്നു. കൂടാരത്തില് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്. പച്ച, വെള്ള, മഞ്ഞ, ഒരു പർപ്പിള്, ദേ പോടാ ഒരു റോസ്, മജന്ത. റെയിൻകോട്ട് ഇട്ട് ഇനി കുറച്ച് മേക്കപ്പ് ആവാല്ലേ. വീഡിയോ എടുക്കാതിരിക്കാനുള്ള അടവാണ്. നല്ല അടിപൊളി മഴ കേട്ടോ. അപ്പം ഇവിടെ വരുന്നവര് ഒരു റെയിൻകോട്ട് എന്തായാലും കരുതിക്കോ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥയാവുമായിരുന്നു നേരത്തെ. മഴയത്ത് ഇത് ഒരു ഐസ്ക്രീം അത് മസ്റ്റാ. വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും എന്ത് തിരക്കം നോക്കി. ഈ തിരക്കൊരു കാര്യം ഒഴിച്ചാൽ ഈ സ്ഥലം അടിപൊളിയാണ്. നല്ല അടിപൊളി തിരക്ക് കേട്ടോ. ഇത്രയും നേരമായിട്ടും വണ്ടിക്ക് ഒരു കുറവുമില്ല, കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അവിടെ പോസ് ചെയ്യുന്നു. കിണ്ടി എടുത്തരാ ഒന്ന് പോയേ. എടുത്തിട്ടുണ്ട്, ഫോട്ടോ ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാർ കയറാൻ പോവാം. 4 മണിയായിട്ട് പോലും ഒരു ചായ ഇല്ലാതെ എന്ത് ക്ലൈമറ്റ് അല്ലേ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോ. അപ്പൊ എന്തുകൊണ്ടാണ് പൊന്മുടിക്ക് പൊന്മുടി എന്ന് പേര് വേണത് പറ. ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥലം. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. ഓക്കെ, എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എന്തുകൊണ്ടായിരിക്കും പൊന്മുടി എന്ന് പേര് വേണത്? പറ 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 പറ. അമ്മ എന്താ പറയുന്നത്? അമ്മ പറഞ്ഞാണ് കുറച്ചും കൂടെ ലോജിക്കലി കണക്ട് ആവുന്നതെന്ന് തോന്നുന്നു. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇവിടെ പൊന്മുടി എന്ന് പേര് വീണത്? അറിയില്ല, അറിയത്തില്ല. പൊന്നു കളയുന്ന സ്ഥലമാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. ശരി, എന്നാ അതും ശരിയാണ്, അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാറിൽ പിന്നെ എന്തുകൊണ്ട് മൂന്നാറിന് പേര് വേണം? മൂന്നാറാ? അതങ്ങനെയാണോ? കഥമനെ എവിടെമാരൊക്കെ കൊണ്ട് കളഞ്ഞാ മതി ചേട്ടാ. കഥമനെയാ